ഹാപ്പി ന്യൂ ഇയർ 2025. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഈ വചന പഠനം എല്ലാം നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, ഈ പഠിക്കുന്നത് ഒരു കാലം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വെളിപ്പെടും. ആമീൻ, സ്തോത്രം. ഈ വചന പഠനത്തിൽ സത്യം പറഞ്ഞാൽ 2021 ദേവദാസനുമായിട്ട് ഞാൻ ഓൺലൈൻ മീഡിയയിൽ കൂടെ കണ്ടുമുട്ടുന്നത്. അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഡ്രീംസ് ആൻഡ് വിഷൻ ആയിരുന്നു. ഇപ്പോൾ ഞാൻ മറന്നിട്ടില്ല. അതെൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. എൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ മാറി. എൻ്റെ ടോട്ടൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ എടുക്കും. അപ്പൊ അതുപോലെ എൻ്റെ കൺസെപ്റ്റുകൾ, ഞാനിപ്പം സൗദി അറേബ്യ എന്ന രാജ്യത്ത് പോലും നിൽക്കാൻ കാരണം ഈ വചന പഠനമോ. അല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ UK അയർലൻഡോ അങ്ങനെ ഏതിലും എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും, ഇപ്പം എനിക്ക് കാനഡയ്ക്ക് വരെ വന്നിട്ട് പോകാതെ നമ്മളിവിടെ നിൽക്കുക. കാരണം ഈ വചന പഠനമാണ് ഇതിനെല്ലാം കാരണം. ആത്മഭാരം തന്നത് അമേൻ യഥാർത്ഥ വഴിയിലേക്ക് ദൈവം ഗൈഡ് ചെയ്ത് ദേവദാസിനെ കൂടിയാണ്. പെട്ടെന്ന് പറയാം, സമയം ചുരുക്കം കാരണം പെട്ടെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഈ ഡിസംബർ 500 കിലോമീറ്റർ അകലെ നിന്ന് ഒരു 3 മാസം മുമ്പ് ഒരു ഫാമിലി വന്നായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ല. അവര് ഞങ്ങളുടെ ചർച്ചിൽ പോകാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു മീറ്റിങ്ങിന്, തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിൽ ദൈവം എനിക്ക് അവസരം തന്നുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പം അവിടുന്ന് പരിചയപ്പെട്ടതാണ്. അവർ വന്നു. ഞങ്ങൾ സന്തോഷമായിരുന്നു. അവർ ഈ പ്രാവശ്യം വന്നപ്പം ന്യൂ ഇയർ മീറ്റിംഗ് 10 വർഷമായിട്ട് കൂടിയിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു സഹോദരി വന്നു. മിനി എന്നാണ് പേര്. ഹിന്ദു ആയിരുന്നു. ഹിന്ദുവിൽ നിന്നായിരുന്നു വന്നത്. കൊച്ചിന് സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദേവദാസൻ അവിടുന്ന് കാണും. പുള്ളിക്കാരിക്ക് വേണ്ടി, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. നടക്കത്തില്ല എന്ന് പറഞ്ഞു. കൊച്ചിന് സർജറി കഴിഞ്ഞ് നടന്നു. ഇന്ന് എന്തോ കേരളത്തിന്റെ സ്റ്റേറ്റ് ലെവൽ സെലക്ഷൻ കിട്ടിയേക്കുവാണ് സ്പോർട്സിന്. ആ സഹോദരിയും വന്നു. അവരൊന്നും മീറ്റിങ്ങിന് പോകാൻ അവർക്ക് ചാൻസ് ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് 500 കിലോമീറ്റർ അകലെയാണ്. അത്രയും അകലെ ഉള്ളായിട്ടുള്ള ടിപ്പിക്കലായിട്ട് ഏരിയയാണ്. അബായി ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. 10 വർഷം കൂടിയാണ് ഇവര് ഇപ്പം ചർച്ചിൽ വരാൻ വന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു. ന്യൂ ഇയറിന് പോകാൻ വേണ്ടി വന്നു ഇരുന്നു. ജസ്റ്റ് ഇവരെ കണ്ടത് എന്നെ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു സ്പിരിറ്റ് ഉള്ള പോലെ എന്നോട് ദൈവം സംസാരിച്ചു. പക്ഷെ അവർ ബ്രോക്കൺ ആണ്. അവരോട് കാര്യങ്ങളെല്ലാം പരിസ്ഥിതി സംസാരിച്ചു. അതനുസരിച്ച് അവരോട് ഞാൻ സംസാരിച്ചു. ഞങ്ങൾ നിലത്ത് പായിട്ടിരുന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവാത്മാവ് എന്നോട് ആദ്യം പറഞ്ഞു ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ കുഞ്ഞുങ്ങളില്ലാത്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോട് ദൈവം കൈമാറിയ ദൂതുകൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ സഹോദരിയുടെ മേൽ, നിലത്തിരിക്കുന്ന ഈ സഹോദരിയുടെ മേൽ ഞാൻ മുട്ടയിൽ നിന്ന് കൈ വെച്ചപ്പോൾ ആമേൻ അവരിലുള്ള ആ ദുഷ്ടശക്തി, ആ ഡീമൺ പൈശാചികശക്തി വെളിപ്പെടുകയും അവര് പമ്പരം കറങ്ങുന്നവർ ഇരുന്നിട്ട് പൊങ്ങി ചാടി എണീറ്റ് അവരിൽ നിന്ന് അത് വിട്ടുപോകുകയുണ്ടായി. ആമേൻ. ഇതൊന്നും എൻ്റെ കഴിവല്ല. ദൈവം വചനത്തിലൂടെ ദൈവം നടത്തുന്ന ഓരോ വഴികളാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴും ഇതുപോലെ ചെറിയ 1-2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ചെറിയൊരു സാക്ഷി നിങ്ങൾ പറയുന്നു. ഇതോടുകൂടി ഇത് മാത്രമല്ല, 2025 ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു നമ്മളിൽ എല്ലാവരും ഇതിന്റെ ഹയർ ലെവൽ ഓപ്പൺ ആകും. ദൈവം നമ്മളെല്ലാവരും യൂസ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ ദൈവം തുറക്കും. ഞാനും അത് വിശ്വസിക്കുന്നു. തുടർന്ന് ദേവദാസന്റെ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.